വഖഫ് നിയമത്തിന് ഭരണഘടനയിൽ സ്ഥാനമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയശേഷം ഡൽഹിയിൽ ബി.ജെ.പി. ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്ന നിയമ ചട്ടക്കൂട് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന തുല്യതയുടെയും മതേതരത്വത്തിന്റെയും തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് മോദി പറയുന്നത്. യഥാർത്ഥ മതേതരത്വത്തിന് വധശിക്ഷ നൽകാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. വഖഫ് നിയമം ഒരു പ്രത്യേക മതവിഭാഗത്തിന് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെന്നും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുകയാണെന്നും മോദി പറഞ്ഞു. നിയമത്തിന് മുന്നിൽ തുല്യതയാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. എന്നാൽ ഒരു കൂട്ടം നിയമങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം നൽകുമ്പോൾ നമുക്ക് അതെങ്ങനെ നേടാനാകും? ഇത്തരം നിയമങ്ങൾ ഐക്യത്തിന് പകരം വിഭജനത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ വ്യവസ്ഥയെ പൊളിച്ചെഴുതണമെന്നും മോദി വ്യക്തമാക്കി. പ്രീണന രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കാനാണ് കോൺഗ്രസ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വഖഫ് ബോർഡ് അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ബാബാ സാഹിബ് നമുക്ക് നൽകിയ ഭരണഘടനയിൽ വഖഫ് നിയമത്തിന് സ്ഥാനമില്ല. എന്നാൽ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസ് ഇത് കൊണ്ടുവന്നത്, മോദി പറയുന്നു. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വഖഫ് വിഷയം ബി.ജെ.പി. പ്രധാന ആയുധമാക്കി മാറ്റിയിരുന്നു. വഖഫ് ബോർഡ് ഭൂമി തട്ടിയെടുക്കുകയാണെന്നും വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കാൻ സമയമായെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജാർഖണ്ഡിലെ ബാഗ്മരയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ പറഞ്ഞത് വാർത്തകൾ ഇടം പിടിച്ചതാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നത് തടയാൻ ആർക്കും സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ഗോത്ര വിഭാഗങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് അമിത് ഷാ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഭൂമി തട്ടിയെടുക്കുന്നത് വഖഫ് ബോർഡിന് ശീലമായി മാറിയിട്ടുണ്ട്. കർണാടകയിൽ അത് ഗ്രാമീണരുടെ സ്വത്തുക്കൾ വിഴുങ്ങുകയാണ്. ക്ഷേത്രങ്ങളുടെയും ഗ്രാമീണരുടെയും കർഷകരുടെയും ഭൂമി തട്ടിയെടുത്തു. വഖഫ് ബോർഡിൽ മാറ്റങ്ങൾ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ പറയൂ. ഇതായിരുന്നു പ്രചാരണ റാലിയിൽ അമിത് ഷായുടെ ചോദ്യം. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും വഖഫ് ബോർഡിലെ പരിഷ്കാരങ്ങൾ എതിർക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. ഹേമന്ത് സോറനും രാഹുൽ ഗാന്ധിയും വേണ്ട എന്നാണ് പറയുക. അവർ അതിനെ എതിർക്കട്ടെ. വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ബി.ജെ.പി. പാസാക്കും. അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല, അമിത് ഷാ പറയുന്നു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലുൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. വഖഫ് ബിൽ പാസ്സാക്കരുതെന്ന് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇരുസഭകളുടെയും അനുമതിയോടെ മാത്രമേ ഏത് വിഷയവും ചർച്ച ചെയ്യണമെന്നതിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്നായിരുന്നു കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവിന്റെ നിലപാട്. മുസ്ലിം ലീഗ് പ്രതിനിധി ഇ.ടി. മുഹമ്മദ് ബഷീറാണ് വഖഫ് ബില്ലിനെ എതിർത്ത് ആദ്യം രംഗത്ത് വന്നത്. വഖഫ് ഭേദഗതി നിയമം അടിയന്തരമായി കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കം പ്രകോപനം സൃഷ്ടിക്കാനാവുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് ബില്ലെന്നും എല്ലാ വിഭാഗങ്ങളുമായും ചർച്ച നടത്താൻ സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു.